അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ വീട്ടിലെ ഒരു ദിവസമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ അധികം വന്നാൽ പുറത്തേക്കൊക്കെ ഒന്ന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കൂടെ തന്നെ നമ്മുടെ വീടൊക്കെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് വെക്കാമെന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ എൻ്റെ വീട്ടിലായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും ഒക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു ടൈം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു 5:30 അല്ലെങ്കിൽ 5:45 അല്ലെങ്കിൽ 5:15 ഈ ഒരു ടൈമാണ് കേട്ടോ. ഞാൻ ഒന്ന് മനസ്സിലിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിങ്ങാണ്ട് എണീക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ടൈമിന് ഞാൻ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും കേട്ടോ. അതെനിക്ക് കുറേ കാലമായിട്ട് ഞാൻ ശീലിച്ച് വന്ന ഒരു ശീലമാണ്. അതെനിക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല കേട്ടോ. കാരണം എണീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കാമല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ കുറച്ചുകൂടി ഉറങ്ങാമായിരുന്നു എന്ന്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയൂല കേട്ടോ. അങ്ങനെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനതൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ റൂമിലുള്ള ബെഡ്ഷീറ്റ്, പുതപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മളെ വീട് എപ്പോഴും ക്ലീനായിട്ടും നീറ്റായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വിരിച്ചിടുക കേട്ടോ. മക്കളുള്ള വീടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും കയറി നരിങ്ങി അങ്ങനെ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എന്താ പറയുക ആകെ ഒരു കച്ചറാവുമല്ലോ. പക്ഷേ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക കേട്ടോ. ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് 4 കോണിലും നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ബെഡിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. അതല്ലാതെയും വേറെയും കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ ചെയ്താൽ നമ്മുടെ ബെഡ്ഷീറ്റ് എത്ര തലകുത്തി മറിഞ്ഞാലും ബെഡിൽ നിന്ന് പോവില്ല കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. എപ്പോഴും നമ്മൾ എണീറ്റ പാടെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റും നമ്മുടെ തലയണയും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് വെക്കുകയാണെങ്കിൽ വരുന്ന ആൾക്ക് ഒരാൾ കാണുകയാണെങ്കിൽ ഇവർ റൂം എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തും കേട്ടോ. അപ്പോൾ നീറ്റാക്കിയിട്ട് എപ്പോഴും ബെഡ്ഷീറ്റും തലയണയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഒരു കാലിച്ചായയും ബിസ്ക്കറ്റും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയിൽ പൊടി കുറച്ചതാണ് കേട്ടോ. കുറച്ചതെന്ന് വെച്ചാൽ ഇവിടെ അധികം പൊടിയൊന്നും ഇടില്ല കേട്ടോ. അതാണ് ഒന്നാമത്. ഞാനാണെങ്കിൽ എനിക്ക് നല്ല പൊടിയും വേണം കേട്ടോ. ഇവിടെ വരുമ്പോൾ പിന്നെ ആ ശീലമൊക്കെ മാറേ. അങ്ങനെ കുറച്ചൊന്ന് മുറ്റത്തേക്കുള്ള നോക്കി നിൽക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ ഉമ്മ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മുടെ ബെഡ്റൂം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബെഡ്റൂമിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുന്നുകൂട്ടി വെക്കാതിരിക്കുക കേട്ടോ. മാക്സിമം നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നീറ്റായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റും തലേണയും ബെഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ റൂം നല്ലപോലെ നീറ്റായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ മീൻകറിയും പത്തിരിയും കഴിച്ചതിന് ശേഷം വേഗം വന്നിട്ട് അകൊന്ന് അടിച്ചാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മക്ക്. പിന്നെ ഇന്ന് എനിക്ക് മുക്കം വരെ ഒന്ന് പോകാണ്ട് കേട്ടോ. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പോകാണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചാരി തുടച്ചിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ വേഗം തുടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ അടിച്ചു വാരി കഴിഞ്ഞ കൂടെ തന്നെ നമ്മൾ തുടക്കലും അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ പണി ആ ഒരു 2 പണി വേഗം കഴിയും കേട്ടോ. മറ്റു തുടക്കൽ പിന്നെ അടിച്ചാരൽ പിന്നെ ആവുമ്പോൾ പിന്നെ കുറേ ഒരു ഇടങ്ങാറല്ലേ. അപ്പോൾ എല്ലാം അപ്പം ഒരേ രീതിയിൽ തന്നെ നമ്മളെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ചീര ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനും ഞങ്ങൾ കൂട്ടാൻ വന്നില്ലേ അപ്പോൾ ഉപ്പ വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല ചീരയാണ്. അപ്പോൾ അതിൽ വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് ഉമ്മക്ക് അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉമ്മ അലക്കാൻ പോയിട്ടുണ്ട്. ആ ടൈമിൽ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇപ്പോഴേ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കൾ ഇട്ട ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെയും എവിടെയൊക്കെ ആയിട്ട് റൂമിലൊക്കെ കൊണ്ടുപോയിടും. ചില മക്കൾ സോഫയിലായിട്ടും ബെഡിലായിട്ടും ഒക്കെ നമ്മൾ ആ ഡ്രസ്സ് ഊരിടാറുണ്ടല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കായിട്ട് സെപ്പറേറ്റ് നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാൻ ഇടുന്ന ഒരു ബോക്സ് പോലെ ഒരു കൊട്ട പോലത്തേത് വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക ഇതിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കാനുള്ളത് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളെ ശീലിപ്പിച്ചാൽ ഭാവിയിൽ നമുക്ക് തന്നെയാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ മുക്കത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ നമ്മുടെ തൂക്കി കൊടുക്കൽ ഡ്രസ്സ് അങ്ങനെ ജസ്റ്റ് ആ ഷോപ്പിലൊക്കെ കയറി നമുക്ക് പറ്റിയ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരു പപ്സും ഒരു ചായയും കുടിച്ച്
പിന്നെ കുറച്ച് ഫാൻസിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ മോയ്സ്ചറൈസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ദാ ഉമ്മ പപ്പടമൊക്കെ പൊരിച്ച് ചോറിനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, അതൊന്നും വറവിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും കുരുമുളക് പൊടിയും അതുപോലെ മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് പോയി വന്നുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പപ്സും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അവിൽ മിൽക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് പിന്നെ തണുപ്പ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റിയിട്ടോ. പിന്നെ ഇതാ ചീരപ്പേരി റെഡി ആയിട്ടുണ്ട്, ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉപ്പതാ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉച്ചയത്തെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അതായത് ചീരപ്പേരും ബീഫും പിന്നെ പപ്പടും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഉച്ചയത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇതാ രാത്രി ഞങ്ങൾ ഫാമിലി ആയിട്ട് മുക്കം ഫെസ്റ്റ് കാണാൻ വന്നതാണ്. എൻ്റെ കൂടെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ, 2 അനിയത്തിമാരുടെ ഫാമിലി ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറിയതാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ കടലിൻ്റെ ഇടയിൽ പോകുന്ന ആ ഒരു ഫീലിങ്സാണ്. കാരണം ഫുള്ള് മീൻ, വെറൈറ്റി മീൻസുകളാണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. പിന്നെ അത്രത്തോളം കുറേ ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തോനെ ആൾക്കാരുണ്ടാവും എന്നുള്ളത്, പക്ഷേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഫെസ്റ്റിന് ആദ്യമായിട്ട് വന്നതാണ്. പിന്നെ അക്കോറിയ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ കടലിൻ്റെ ഉള്ളിൽ പോയ ആ ഒരു ഫീലിങ്സിൻ്റെതാണ് കേട്ടോ. അതേപോലെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ പക്ഷികളുടെ ഫുള്ളും അവരെ ഫ്രീ ആയിട്ട് വിട്ടത് പോലെയാണ്. നല്ല രസമാണ് ഇവരിങ്ങനെ പറന്ന് വരുന്നതൊക്കെ കാണാൻ കേട്ടോ. ഈ ഒരു കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ. ഒരുപാട് പേര് എനിക്ക് കമൻ്റ് അയക്കുന്നുണ്ട്, ഹായ് പറയുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പേരും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് കേട്ടോ. കാരണം അത്രത്തോളം ആൾക്കാർ എന്നോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഓരോരുത്തരുടെ പേര് എടുത്ത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും, ഇനിയിപ്പോൾ പറയാത്തവർക്കും പറഞ്ഞവർക്കും എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഫുള്ളും ഇങ്ങനത്തെ ഓരോ സ്റ്റാളുകളുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞൈനൂക്ക് പിന്നെ ഞാൻ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാണ് കേട്ടോ. നമുക്ക് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും നമ്മൾ ഇതുപോലത്തെ ഐറ്റംസാണ് കേട്ടോ നമ്മുടെ കണ്ണ് പിടിക്കുക. പിന്നെ നമ്മളൊരു പെണ്ണായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴില്ലേ ഒരു നൊസ്റ്റു ഫീലായിരുന്നു കേട്ടോ. നമ്മളെ ബാല്യകാല മുട്ടായികളുണ്ടല്ലോ, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. എത്ര എണ്ണാൻ പോലും പറ്റില്ല, അത്രക്കുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റിയതൊരു വലിയൊരു സന്തോഷം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ഇത് മൊത്തത്തിൽ നടക്കുന്ന ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ മുക്കം ഫെസ്റ്റിന് എന്ന്, ഇപ്രാവശ്യം അതിൻ്റെ 2 ദിവസം മുമ്പ്. അങ്ങനെ ഇതാ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു റൈഡിലും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ അധികവും അവിടുന്ന് ഞാൻ 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. അതൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ കാട്ടിത്തരാം. അങ്ങനെ എന്താ ലാസ്റ്റ് നമ്മൾ മുക്കം ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മന്തി ഹൗസ് കയറിയിട്ടോ, മുക്കം പാലത്തിൻ്റെ അടുത്തുള്ള. അങ്ങനെ ഇതാ അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എളാപ്പുണ്ട്, മേമുണ്ട്, മേമിൻ്റെ മക്കൾ, പിന്നെ ഉപ്പ അമ്മ, എൻ്റെ ബ്രദർ, പിന്നെ എൻ്റെ മക്കളും ഞാനും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അവിടുന്ന് നമുക്ക് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടത് അവൾ കാട്ടിത്തരാന്ന് വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.